ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ഗീതാ ഗോവിന്ദത്തിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. രാധികാമയാണെങ്കിൽ മാർഗഴിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഇനി അനാർക്കലി അമ്മായി മോളുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വേണ്ടി വരത്തില്ല എന്ന് പറയുന്ന സമയത്ത് മാർഗഴി പറയുകയാണ്, അനാർക്കലി അമ്മായി മാത്രമല്ല നിങ്ങളും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണ്ട, മനസ്സിലായോ കുഞ്ഞമ്മ എന്ന് പറയുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ സത്യദാസ് ആണെങ്കിൽ അനാർക്കലി എടുത്ത് പറയുകയാണ്, നമ്മുടെ അടുത്ത ചേതൻ ഗ്രൂപ്പിൻ്റെ ഡീലിങ്സിൽ നിന്നും വരുണിനെയും രാധികാമനെയും ഒഴിവാക്കണമെന്ന് പറയുകയാണ്. ഇതൊക്കെ നമ്മുടെ മാർഗഴിയാണെങ്കിൽ ഒളിഞ്ഞു കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീടാണ് കാണിക്കുന്നത്, അജാസ് ആണെങ്കിൽ ഗോവിന്ദനോട് പറയുന്നത്, സാറിനും ഗീതുവിനും രഞ്ജുവിനെ സ്നേഹിക്കാനേ അറിയുള്ളൂ, അവൾ അനാർക്കലിയുടെ മകളാണെന്നുള്ളത് നിങ്ങൾക്ക് രണ്ടാൾക്കും സ്നേഹിക്കാനുള്ളതിലൊരു തടസ്സമേ അല്ല എന്ന് പറയുകയാണ്. അത് കേട്ട ഗോവിന്ദാണെങ്കിൽ നമ്മുടെ അജാസിനോട് പറയുകയാണ്, സത്യദാസ് അറിഞ്ഞാൽ ഏത് നിമിഷവും അനാർക്കലി അറിയുമെന്നുള്ളൊരു ഭയം എനിക്കുണ്ട് എന്ന് പറയാണ് കേട്ടോ ഗോവിന്ദ്. അതുകൊണ്ട് താൻ എനിക്ക് വേണ്ടിയിട്ട് 2 കുഴി എടുക്കേണ്ടി വരുമെന്ന് അജാസിനോട് ഗോവിന്ദ് പറയാണ്. പിന്നീടാണെങ്കിൽ ഗോവിന്ദ് ഗീതുവിനോട് പറയുകയാണ്, പക്ഷേ രഞ്ജുവിന് മഹാഭാരതത്തിലെ പാണ്ഡവരുടെ വ്യാധിയാണെന്ന് നീ പറയണമെങ്കിൽ നിന്റെ രോഗം മറവിയാവാൻ സാധ്യതയില്ല, ഏതെങ്കിലും വൈദ്യരിൻ്റെ പ്രേതം നിന്റെ ശരീരത്തിൽ കയറിയുണ്ടാവുമെന്ന് ഗോവിന്ദ് ഗീതുവിനോട് പറയുകയാണ്. ഇതിലൂടെ രഞ്ജുവിനെ ചികിത്സിക്കാനായിരിക്കും ആ ഒരു പ്രേതത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന സമയത്ത് ഗീതുവിന് ദേഷ്യം വന്നിട്ട് ഗോവിന്ദനെ കിടക്കയിലേക്ക് തള്ളിയിട്ടിട്ട് കഴുത്തിന് പിടിച്ചിട്ട് ശ്വാസം മുട്ടിക്കാൻ നോക്കാനുണ്ടോ. പിന്നീട് ഇടത്തെ കൈ കൊണ്ട് ഇടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും പ്രൊമോ റിവ്യൂ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒന്ന് പോണേ കൂട്ടുകാരെ.